ഇപ്പോൾ നമ്മളുള്ളത് കിങ് സവാർ എന്നറിയപ്പെടുന്ന ഹസ്രത്ത് മീരാൻ സെയ്ദ് ഹുസൈൻ തങ്ങളുടെ മക്ബറയിലാണ്. അദ്ദേഹം 13-ാം നൂറ്റാണ്ടിലൊരു സൂഫി വര്യനായിരുന്നു. ഖാജ വലിയുദ്ദീൻ്റെ അനുയായിയാണ്. അദ്ദേഹം കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ കമാൻഡറായിരുന്നു. ഈ താരാഘട്ട് കോട്ടയുടെ കമാൻഡറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർഗ അജ്മീറിലെ സെക്കൻഡ് മെയിൻ ഇമ്പോർട്ടൻ്റ് ദർഗയിലാണ് ഇപ്പോൾ. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്കുള്ള വണ്ടി കിട്ടിയത്. ആൾ ഫുള്ളായിട്ട് പോകുന്നതാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നും കണ്ട് ഒരു കല്യാണ കത്ത് തന്നു ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. ആൾ ഫുള്ളായതിന് ശേഷമാണ് ഇയാൾ യാത്ര തുടങ്ങുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. ആൾക്കാർ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇത് ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു ഹിൽ ടോപ്പിലാണ്. ഇവിടുത്തെ ഹയസ്റ്റ് പോയിൻ്റാണ്. അവിടേക്ക് ഒരു ചുരമൊക്കെ കടന്നു പോകണം. താഴത്ത് അജ്മീർ സിറ്റിയാണ് കാണുന്നത്. നല്ല അടിപൊളി കാഴ്ചയാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. അത്യാവശ്യം കുറച്ച് പോകാണ്ട്, ഒരു 10-12 കിലോമീറ്ററിൻ്റെ മുകളിൽ പോകാണ്ട് തോന്നും. അവിടെ എത്തി ഇവർക്കുള്ള പേയ്മെൻറ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഓരോരുത്തരുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരാൾ നമുക്ക് ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിശദീകരിക്കുന്ന വീഡിയോ ഞാൻ ഒരു എപ്പിസോഡായിട്ടുണ്ടാകും. അടുത്തത് നമ്മൾ ഇവരുടെ കൂടെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വഴികാട്ടുന്ന രീതിയിൽ പോയി. എന്തായാലും എല്ലായിടത്തും ചെറിയൊരു പിരിവ് നമ്മളൊരു നേർച്ച മാതിരി ഇടേണ്ടി വരും. അത് നമ്മളിതിന് കണക്കാക്കണം. ഇവിടെ എത്തിയതിന് ശേഷം പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് നോക്കി ചിലവാക്കുക. കാരണം എല്ലാവരും ഉണ്ടാവും നമുക്ക് ദ്വാരം തരാൻ. ഇതാണ് നമ്മൾ ദർഗൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച്. ദർഗൻ്റെ ഉള്ളിലെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആളത് കാണിച്ചെന്ന് നമ്മളത് അപ്പം തൊട്ട് ഓഫാക്കി. പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് കടന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇവിടെ നല്ല പീസ്ഫുൾ അന്തരീക്ഷമാണ്. ഒന്നാമത് നല്ല ഹിൽ ടോപ്പാണ്. പിന്നെ ഭയങ്കര സമാധാനമാണ്. താഴത്തെ പോലെ അത്ര ക്രൗഡഡ് അല്ല. അപ്പോൾ കുറേ നേരം അവിടെ കുത്തിരുന്നതിൻ്റെ ചുറ്റുകാരെ കുറച്ച് സ്ഥാപനങ്ങളും ദർഗകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ച് പിന്നെ സമാധാനമായിട്ടൊരു മൂലയിൽ പോയി കുത്തിരിക്കുക എന്നുള്ള. ഇത് ഇവിടെ കിട്ടുന്ന ഒരു പഴത്തിൻ്റെ കുരുവാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഐറ്റം. ഇത് കഴിച്ചാൽ കുട്ടികളുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓക്കെ.